ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗുമായിട്ടാണ്. വ്ളോഗ് വീഡിയോ എന്നൊക്കെ പറയാം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നിടം തൊട്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി കുറച്ച് ഷോർട്ട് വീഡിയോസ് ഉണ്ട്, അത് ഞാനൊരു ഷോർട്ട്സ് ആയിട്ടിടാൻ നോക്കാം. ഫെബ്രുവരി 4 വെഡ്ഡിങ് ആനിവേഴ്സറി. എനിക്ക് നല്ല മടിയില്ലാത്തത് കൊണ്ട് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടാൻ പോകുന്നത്. അങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തത് റീസ് മോളായിരുന്നു. പാവൻ നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തന്നെത്താനാണ് ഡെക്കറേറ്റ് ചെയ്തത്. ഞാൻ സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പം പാട്ടിടുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടും കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. എൻ്റെ മുഖത്തെല്ലാം വാരി വലിച്ചങ്ങ് തേച്ച് വെച്ചു. കേക്ക് കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ നൈഫ് ഉൾപ്പെടെയാണ് കേക്ക് വെച്ച് വാരി കൊടുത്തത്. ഞാൻ ശ്രദ്ധിച്ചില്ല. ആക്ച്വലി കേക്ക് അടിപൊളി കേക്കായിരുന്നു. റീസാണ് കേക്ക് അറേഞ്ച് ചെയ്തത്. റീസിൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ചേച്ചിയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കേക്കിൻ്റെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തു. നല്ല ടേസ്റ്റുമുള്ള കേക്കായിരുന്നു. നല്ല ടാലൻറ്റഡ് പുള്ളിക്കാരി. പിന്നെ ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് വായിൽ വെച്ച് കൊടുത്തു. വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ. ഫോട്ടോസ് എല്ലാം എടുത്തത് ബേസിലും വീഡിയോസ് എല്ലാം എടുത്തത് സിവിലുമാണ്. പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഗൈസ്. പിന്നെ ഇത്രയും പേരാണ് ഫങ്ഷൻ വന്നത്. 2-3 ഫാമിലിക്ക് വരാൻ പറ്റിയില്ല, ഷിഫ്റ്റൊക്കെ ഉള്ള കാരണം. ബാക്കി എല്ലാവരും വന്നു. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് പിള്ളേർക്ക്, കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു, 5 പിള്ളേരുണ്ടായിരുന്നു, അവർക്ക് കൊടുത്തു. അതിനുള്ള ചേച്ചിയുടെ പിള്ളേർക്ക് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഷെബീർ വന്ന് കഴിച്ചു. പിന്നെ കൂട്ടത്തിൽ ഫോട്ടോ എടുക്കാൻ മിഥിലെ 5 റീസും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് വേറൊരു 5, മൊത്തത്തിൽ 3 5മാരുണ്ട്. ഞാനൊരു 5, ഇതൊരു 5, അപ്പുറത്ത് നിൽക്കുന്നത് വേറൊരു 5. അങ്ങനെ എല്ലാവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ഫോട്ടോഗ്രാഫർ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഉമ്മയൊക്കെ തന്നു. താങ്ക്സ് മമ്മ. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും വന്നവർ ഈ ഫോട്ടോയൊക്കെ എടുത്തു. ഇത് കാണുമ്പോൾ എനിക്ക് കല്യാണമാണ് ഓർമ്മ വരുന്നത്. 1 വർഷം മുമ്പ് ഇതുപോലെ കല്യാണ ദിവസം നിന്ന് ഫോട്ടോയ്ക്കും വീഡിയോസിനും ഒക്കെ പോസ് ചെയ്തതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ വീഡിയോ കാണുമ്പോൾ. ഇതാനുള്ള ചേച്ചിയും ഫാമിലിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഷെബീറും ജയ്ഷ്യം വന്ന് ഫോട്ടോ എടുത്തായിരുന്നു. ആ വീഡിയോ കാണാനില്ല. ഇത് അഞ്ജുവും വിഷ്ണുവാണ്. അവരും പിള്ളേരും വന്നു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അഞ്ജുവും ബേസിലുമാണിത്. അവർ ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്നിട്ട് കുറേ തമാശകളൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അവരിൽ നിന്ന് ഫോട്ടോസ് എടുത്തു. ഇത് സിവിലും മിഥിലയാണ്. സിവിൽ അവിടെ എവിടെയോ ഇരുന്നൊരു ഡയറി മിൽക്കും കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുകയാണ്. നല്ല കോമഡി ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അഞ്ജുവിൻ്റെ മോൻ വന്ന്. അപ്പോൾ അവനെ ഞങ്ങൾ ഫോട്ടോയ്ക്കകത്ത് എടുക്കുന്ന പാർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് കൊച്ചാണ് ആൻഡ് വി ആർ എക്സ്പെക്റ്റിംഗ് സെക്കൻഡ് ബേബി എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ റീസ് മോൾ വന്നിട്ട് ഗിഫ്റ്റൊക്കെ തന്ന് റീസും കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് 2 പേർക്കും തന്നിട്ട് ഫോട്ടോസും വീഡിയോസും എടുത്തു. റീസിന് പ്രത്യേകം താങ്ക്സ്. ഈ ഡെക്കറേഷൻസ് മൊത്തം ചെയ്തിട്ടും പുള്ളിക്കാരത്തേക്ക് സമാധാനം വരുന്നുണ്ടായിരുന്നില്ല. നൈറ്റ് കഴിഞ്ഞിട്ടാണ് പാവം ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് ഉറങ്ങി എണീറ്റിട്ട് പിന്നെയും പൊഴിഞ്ഞു പോയതെല്ലാം എടുത്ത് ഫിക്സ് ചെയ്യുകയും ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കേക്ക് എല്ലാവരും കൂടെ കഴിച്ചു. എനിക്കാണെങ്കിൽ ഫങ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ വിശപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ ഒട്ടും താമസിക്കാൻ നിന്നില്ല. ഞാൻ കേക്കും കഴിച്ചു. സാധാരണ എനിക്ക് ഈ ഫങ്ഷൻസിനൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിനോടാണ് ഇഷ്ടം കൂടുതൽ. എനിക്ക് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അങ്ങനെ ഫുഡ് ഇറങ്ങത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുള്ളതുകൊണ്ട് മാനമായിട്ട് ഞാൻ ഒന്നും നോക്കാണ്ട് കേക്കും തിന്ന് ഓർഡർ ചെയ്ത ഫുഡും കഴിച്ചു. നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് സിവിൽസ് തകർത്ത് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര വീഡിയോഗ്രാഫി ആയിരുന്നു. പല ആംഗിളിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടു, പല ആംഗിളിൽ വീഡിയോസ് എടുക്കുന്നത്. അങ്ങനെ പിള്ളേരുടെ പുറകെ നടന്നുള്ള വീഡിയോസാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം എൻ്റെ ഭർത്താവും അഞ്ജുവിൻ്റെ ഭർത്താവും ഒക്കെ ഷെബീറും എല്ലാം കൂടെ ബിരിയാണി വിളമ്പുന്ന തിരക്കിലാണ്. പാവങ്ങൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ടു, ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. അവരാണ് എല്ലാം കൊണ്ടുവന്ന ഫുഡൊക്കെ മിക്സ് ചെയ്ത് എല്ലാവർക്കും സെർവ് ചെയ്തത്.
ഇവിടെ ഇരുന്ന് അഞ്ചു കഴിക്കുന്നുണ്ട്, പിള്ളേർക്ക് വാരി കൊടുക്കുന്നുണ്ട്. പാവ അവർ പുറകെ ഓടി നടക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾക്കെല്ലാം സെർവ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത് റീസ്മോളാണ്. നമ്മളവിടെ നിന്ന് കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. ഞാനും അഞ്ചും പിന്നെ അപ്പോയിൻമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂട്ടത്തിൽ കഴിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു നല്ല ഈവനിങ് ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് ഉണ്ട്. അനോല ചേച്ചിയുടെ ഹസ്ബൻഡ് നന്നായിട്ട് പാടുമായിരുന്നു. പോകാൻ നിന്ന ചേട്ടനെ ഞങ്ങൾ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്ന് പാട്ടൊക്കെ പാടിപ്പിച്ചു. പിന്നെ കുറച്ച് പാട്ടൊക്കെ ഇട്ട് ഇവർ ഭയങ്കര തുള്ളലായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നുമില്ല. എല്ലാവരും കിടന്ന് തുള്ളിയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും ഇത് കണ്ടോ, ഇവൻ ബാറ്ററി തപ്പുന്നുണ്ടോ? ഇവനാണെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവമാണ്. ബാറ്ററി കൊണ്ട് കിടന്നുറങ്ങും, അല്ലെങ്കിൽ കാറിൻ്റെ ചാവിയൊക്കെ കിടന്നുറങ്ങും. അങ്ങനെ ചേട്ടൻ പാട്ടൊക്കെ പാടിയിട്ട് അവർ പോയി. പിന്നെ റീസിനെ പാവ എല്ലാവരും കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണുന്നത്. റീസ് മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കി. പിന്നെ എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ച് ഫൺ നൈറ്റായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാവം ആദിമോനും ജാനിക്കുട്ടി ഉറങ്ങിപ്പോയി. അവരെയും വെച്ചുകൊണ്ട് ജയ്ഷ അഞ്ചു ഇരിപ്പുണ്ട്. പിന്നെ ഒരു 10-11 ആയപ്പോഴത്തേക്കിനും പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി.